നമ്മുടെ മന്ത്രിമാർക്ക് അവരവരുടെ വകുപ്പുകളെ കുറിച്ച് ഭയങ്കര അറിവാണ്. ആ കാറ്റഗറിയിൽപ്പെട്ട ഫിഷറീസ് മന്ത്രിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ ചില വിലപ്പെട്ട അറിവുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത്. വേദിയിൽ മന്ത്രി സജി ചെറിയാൻ. കടൽ കയറണ്ടെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് രാവിലെ എന്നിട്ട് പിടിക്കാൻ പറ്റുമോ? അളിയാ കയറരുത്, അവിടെ നിൽക്കാൻ പറയാൻ പറ്റും. കടൽ കയറി കടലിലൊക്കെ വലിയ പ്രശ്നം പ്രതിഭാസം ഉണ്ടായിക്കൊണ്ടിരിക്കുക. കടൽ കയറ്റം മൂലം തീരദേശവാസികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് ഫിഷറീസ് മന്ത്രിയോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അയ്യോ അളിയാ കേരളേന്ന് കടലിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടല് കേൾക്കുമെന്നാണ് ഫിഷറീസ് മന്ത്രി ചോദിച്ചത്. മന്ത്രിയുടെ ബുദ്ധി എന്താ, വിമാനാണോ? കടലാക്രമണം രൂക്ഷാണ്. തീരദേശവാസികൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ട് എന്താ, കൊണ്ടുവരുന്ന പദ്ധതികളുടെ ഉദ്ഘാടനത്തിന്റെ കാര്യത്തിൽ മാത്രം ഒരു കുറവില്ലല്ലോ. അടുത്തതായി മത്സ്യഗ്രാമം പദ്ധതി. ഇന്ന് നമ്മുടെ മന്ത്രി ഒരു പൊളി പൊളിക്കുന്നു വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അത് സംഭവിച്ചത്. എന്ത്, മന്ത്രിക്ക് നേരെ കരിങ്കൊടിയാ? പ്രതിഷേധങ്ങൾ എന്നും ഞങ്ങളുടെ കോമ്രേഡ്സിന് കന്നിക്കരടായിരുന്നു, പ്രത്യേകിച്ച് കരിങ്കൊടി പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ ശിഷ്യഗണങ്ങളല്ലേ കരിങ്കൊടി കാണുമ്പോ ഹാലിള കണ്ട് എവിടെ പോവാൻ? പുറത്തൊരു പ്രതിഷേധിക്കാം, ഹാളിനുള്ളിൽ കയറി പ്രതിഷേധിക്കാം. പക്ഷെ ഒരു ഗുണ്ടകൾ, ഒരു 3-4 പേര് ഗുണ്ടകൾ എന്നെ ആക്രമിക്കാൻ വരുന്ന പോലാണ് വന്നത്. വളരെ മോശപ്പെട്ട പദങ്ങളാണ് ഉപയോഗിച്ചത്. അയ്യോ, ഗുണ്ടകളാണോ വന്നത് എന്ന് ഉറപ്പായും പ്രതികരിക്കണം മിനിസ്റ്ററെ. അല്ല, പ്രതിഷേധിക്കാൻ വന്നത് ഗുണ്ടകളാണെന്ന് മിനിസ്റ്റർക്ക് എങ്ങനെ മനസ്സിലായേ? 100% അവരുടെ മോന്ത കണ്ടാൽ തന്നെ അറിയാം ഗുണ്ടകളാണ്, പക്കാ ഗുണ്ടകൾ. മോന്ത കണ്ട എങ്ങനെയാ സജിയേട്ട ഗുണ്ടയാണെന്ന് മനസ്സിലാവാ? നിങ്ങളാര് ഗുണ്ട സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ ഗുണ്ട നിരീക്ഷകനോ? ഹൈ, അവര് യൂത്ത് കോൺഗ്രസ്സുകാരാണ് സജിയേട്ട. അവര് മുദ്രാവാക്യം വിളിക്കണം നമ്മൾ കേട്ടല്ലേ? ഒരു യൂത്ത് കോൺഗ്രസ് ഇല്ല, സാധാരണ കതറിട്ടാ വരുന്നത്. ഇവന്മാര് കതറായിരുന്നു, എനിക്ക് അറിയാമായിരുന്നു, കോൺഗ്രസ് ആയിരുന്നു. ഇത് കതറുമില്ല, താടിയൊക്കെ വളർത്തി ഒരുമാതിരി പ്രാന്തന്മാര് 3-4 പേര് എങ്ങാണ്ട് ഇറക്കി വിട്ടത് രാവിലെ. താടിയുള്ളവരൊക്കെ പ്രാന്തന്മാരും ഗുണ്ടകളാണോ? ഭാഗ്യം പെണ്ണായത്, അല്ലെങ്കിൽ എന്നെ പിടിച്ച് ഗുണ്ടാക്കിയായിരുന്നു. സജിയേട്ടന്റെ ഓരോരോ തിയറികള്. അതെ, ഇന്നു മുതലാണ് മത്സ്യത്തൊഴിലാളികളെ കണ്ടാൽ ഗുണ്ടകളാണ് എന്ന് ഫിഷറീസ് മന്ത്രിക്ക് തോന്നി തുടങ്ങിയത്. താടി വെച്ചിരുന്നു, അതുകൊണ്ട് ഗുണ്ടകളാണ്. താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ്. അയ്യോ, അത് നിങ്ങൾക്കാർക്ക് മനസ്സിലാവില്ല. ഗുണ്ടകളെ തിരിച്ചറിയാൻ പ്രത്യേക ഒരു കഴിവ് വേണം. ആ കഴിവ് നമ്മുടെ മിനിസ്റ്റർക്ക് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇപ്പൊ ഗുണ്ടകളെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. യുനോ, വിവാദം ഉണ്ടാക്കാനും പള്ളി പിടിക്കാനും ഞങ്ങളുടെ മിനിസ്റ്റർക്ക് പ്രത്യേക ഒരു കഴിവാണെന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ? ഭരണഘടനയുടെ കുന്തവും കൊടച്ചക്രവും വെച്ച് ഇങ്ങോട്ട് ഇറക്കട്ടെ എല്ലാം. മുഖ്യമന്ത്രിയെ പോലെ സജി ചെറിയാനാകുമ്പോഴല്ലോ കരിങ്കൊടി കാണിക്കാൻ പാടില്ല മന്ത്രിമാർക്കെതിരെ. അതൊരു പ്രതിഷേധത്തിന്റെ സൂചനയാണ്. അപ്പോൾ അത് കരിങ്കൊടി കാണിച്ചാൽ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തണം. മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. പ്രതിഷേധം അങ്ങോട്ടാണെങ്കിൽ ഓക്കെ, ഇങ്ങോട്ടാണെങ്കിൽ നോട്ട് ഓക്കെ. കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ തല തല്ലി പൊളിച്ച് ജീവൻ രക്ഷാപ്രവർത്തനം നടത്തി ICUലാക്കിയത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇപ്പൊ തൽക്കാലം ഗുണ്ടവിളി മാത്രമല്ലേ ഉള്ളൂ. അതാലോചിച്ച് ആശ്വസിക്കാൻ കിട്ടും. അവരുടെ മുഖവും വേഷവും ഭാഷയും നിങ്ങളുടെ വീഡിയോക്കകത്തോണ്ട് എടുത്ത് നോക്ക്. ആഹാ, അങ്ങനെയാണോ? ഒന്ന് നോക്കട്ടെ എത്ര ഭീകരന്മാരാണെന്ന്. ആകെ 2-4 പേരാണ് പ്രതിഷേധിച്ചത്. അതും കടലാക്രമണം രൂക്ഷമായിട്ടും സർക്കാർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രതിഷേധിച്ചത്. പോരാത്തേന് അവരെ അപ്പന്നെ പോലീസ് തൂക്കിയെടുത്തോണ്ട് പോയി. അപ്പോഴും നമ്മുടെ ഫിഷറീസ് മന്ത്രി പറഞ്ഞുകൊണ്ടേയിരുന്നു, അവർ ഭീകരന്മാരല്ല, കൊടും ഭീകരന്മാരാണ്. ഇത് വന്നത് പാൻറ്റും ഒക്കെ ഇട്ട് ഒരുമാതിരി ഭീകരന്മാരായ 2-3 പേര് വരുന്നു. അവന്മാര് വന്നിട്ട് ആക്ഷേപകരമായ തെറിയാണ് പറയുന്നത്. പാൻറ് ഇട്ടാലും ഭീകരന്മാരാവോ? വി ആർ ട്രാപ്ഡ് ഗൈസ്. ഒരുമാതിരി തെമ്മാടി ഗുണ്ടകൾ അവന്മാരെ രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് യൂത്ത് കോൺഗ്രസ് ഇരിക്കുന്നത്? ഞങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരമോ കാണില്ല. എന്നാ അവരൊന്ന് പ്രതിഷേധിക്കാന്ന് വിചാരിച്ചാലോ അവരപ്പ പിടിച്ച് ഭീകരന്മാരാക്കും. ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്. പൊതുജനങ്ങളുടെ അവസ്ഥ ഇനി ഇവരെ ഏത് ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കുമോ എന്തോ.